കോൺഗ്രസ് നേതാവ് ശശി തരൂരിനെതിരെ മോദി കാത്തുവച്ചിരിക്കുന്നത് വമ്പൻ പദവികളെന്ന സൂചന പുറത്ത്. കോൺഗ്രസിനെയും കോൺഗ്രസ് നേതാക്കളെയും തുടർച്ചയായി വിമർശിച്ചും ബി.ജെ.പിയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും തുടർച്ചയായി പുകഴ്ത്തിയും ശശി തരൂർ പുറത്തേക്ക് സ്വയം വഴിയൊരുക്കുകയാണെന്നാണ് വിലയിരുത്തൽ. അടിയന്തരാവസ്ഥയെ വിമർശിച്ചും മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെയും മകൻ സഞ്ജയ് ഗാന്ധിയുടെയും ക്രൂരതകൾ നിരത്തിയും ലേഖനമെഴുതിയതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തിപ്രഭാവമുള്ള നേതാവാണെന്ന് കഴിഞ്ഞ ദിവസം ലണ്ടനിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ തരൂർ വിശേഷിപ്പിച്ചിരുന്നു. തരൂർ കോൺഗ്രസ് വിടുമെന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോഴുള്ളത്. വിദേശകാര്യ വിദഗ്ധനായ തരൂരിന് കേന്ദ്ര സർക്കാർ ഉന്നത പദവി നൽകിയേക്കുമെന്നാണ് സൂചന. നിരവധി പദവികളാണ് തരൂരിന് കേന്ദ്രം ഓപ്ഷനായി നൽകിയിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ ദൗത്യങ്ങൾക്ക് സ്ഥിരം സമിതി രൂപീകരിച്ചുകൊണ്ട് തരൂരിനെ അതിന്റെ തലവനാക്കുന്നതാണ് അതിലൊന്ന്. കേന്ദ്രത്തിന്റെ വിദേശകാര്യ പ്രതിനിധിയായി തരൂരിനെ നിയോഗിക്കുന്നതാണ് മറ്റൊന്ന്. വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെടുന്നതിനുള്ള നയതന്ത്ര സ്വഭാവമുള്ള ഉന്നത പദവിയാണിത്. ക്യാബിനറ്റ് റാങ്കോടെയായിരിക്കണം നിയമനമെന്നാണ് സൂചന. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തരൂരുമായി ഇത് സംബന്ധിച്ച് ആശയവിനിമയം നടത്തിയെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇതൊന്നുമല്ല ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ പ്രതിനിധിയാക്കുമെന്നും പ്രചരിക്കപ്പെടുന്നുണ്ട്. എന്നാൽ നിലവിൽ ഈ പദവി നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് നൽകുന്നതാണ്. അമേരിക്കയിലെ ഇന്ത്യയുടെ അംബാസഡർ ആക്കാമെന്നും അഭ്യൂഹമുണ്ട്. എന്തായാലും വിദേശകാര്യവുമായി ബന്ധമുള്ള ഉന്നത പദവി തരൂരിനെ കാത്തിരിക്കുന്നുണ്ട്. തരൂരിന്റെ സേവനം വിദേശകാര്യ രംഗത്ത് ഉപയോഗപ്പെടുത്താനും അതുവഴി തരൂരിനെ മറുകണ്ഠം ചാടിക്കാനുമാണ് ബി.ജെ.പിയുടെ പദ്ധതി. എന്നാൽ തരൂർ തിരുവനന്തപുരത്തെ എം.പി സ്ഥാനം ഉടനടി രാജിവെക്കുകയോ ബി.ജെ.പിയിൽ ചേരുകയോ ചെയ്യില്ല എന്നാണ് അദ്ദേഹവുമായി അടുത്ത ബന്ധമുള്ളവർ പറയുന്നത്. പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചതിനാൽ കേന്ദ്രം വാഗ്ദാനം ചെയ്യുന്ന വിദേശകാര്യ പദവി ഏറ്റെടുത്തേക്കുമെന്നും അവർ പറയുന്നുണ്ട്. കേരളത്തിൽ മുഖ്യമന്ത്രി പദവിയിലേക്ക് കൂടുതൽ ജനപിന്തുണ നയിക്കുന്ന സർവേ റിപ്പോർട്ട് തരൂർ പുറത്തുവിട്ടത് വിവാദമായിരുന്നു. ഇതിന് പിന്നാലെയാണ് അടിയന്തരാവസ്ഥയെ നിശിതമായി ആക്രമിച്ചുകൊണ്ട് പ്രൊജക്ട് സിൻഡിക്കേറ്റ് എന്ന ഏജൻസി വഴി മാധ്യമങ്ങളിൽ തരൂരിന്റെ ലേഖനം പ്രത്യക്ഷപ്പെട്ടത്. ഇന്ദിരാഗാന്ധിയുടെ മകൻ സഞ്ജയ് ഗാന്ധി നയിച്ച നിർബന്ധിത വന്ധ്യംകരണ പരിപാടികൾ രാജ്യത്തെ വീണ്ടും ലേഖനത്തിലൂടെ തരൂർ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ദരിദ്ര ഗ്രാമീണ പ്രദേശങ്ങളിൽ സ്വേച്ഛാപരമായ ലക്ഷ്യങ്ങൾ നേടുന്നതിന് ബലപ്രയോഗവും ആക്രമവും ഉപയോഗിച്ചു. ചേരികൾ നിഷ്കരണം ഇടിച്ചു നിരത്തി ആയിരക്കണക്കിന് ആളുകളെ ഭവനരഹിതരാക്കി. അവരുടെ ക്ഷേമത്തെക്കുറിച്ച് പരിഗണനയെ ഉണ്ടായിരുന്നില്ല. മോദി സർക്കാരിന് തുറന്ന പിന്തുണ നൽകുന്ന നിലയിലായിരുന്നു ലണ്ടനിലെ തരൂരിന്റെ പ്രസംഗം. ഇന്ത്യ 2047 എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ. 2047 വികസിത ഭാരതം എന്നത് മോദി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യമാണ്. കോൺഗ്രസിന്റെ ഇടത് സ്വഭാവമുള്ള നയങ്ങളിൽ നിന്ന് ഇന്ത്യ പ്രകടമായി വഴിമാറിയെന്ന് തരൂർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഉദാരവൽക്കരണം, ആഗോളവൽക്കരണം എന്നിവയിലേക്കുള്ള നിലവിലെ പാത രാജ്യത്തിന് പ്രയോജനകരമാണ്. കഴിഞ്ഞ 78 വർഷമായി രാജ്യത്തിന്റെ നയങ്ങളിൽ മാറ്റം വന്നുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ചും വിദേശ നയത്തിലും ഭരണത്തിലും ബി.ജെ.പി സർക്കാരിന് കീഴിൽ ദേശീയത എന്ന ബോധം വളരുകയാണ്. കോൺഗ്രസിന്റെ നയങ്ങൾക്ക് ഉപരിയായി മോദിയുടെ നേതൃത്വം ദേശീയതയുടെ ചട്ടക്കൂട് ഉയർത്തിപ്പിടിക്കുന്നതാണെന്നും തരൂർ പ്രകീർത്തിക്കുന്നുണ്ട്. ശശി തരൂരിന്റെ പ്രവൃത്തികളിൽ അമർഷമുണ്ടെങ്കിലും കോൺഗ്രസ് ഹൈക്കമാൻഡ് പരസ്യമായി പ്രതികരിച്ചിട്ടുമില്ല. അവഗണിക്കുകയെന്ന നിലപാടാണ് ഇപ്പോഴും ദേശീയ നേതൃത്വം തുടരുന്നതും. എന്നാൽ കൂടുതൽ കാലം ഇങ്ങനെ പോകാൻ കഴിയില്ല എന്നാണ് നേതാക്കളുടെ വികാരം. കേരളത്തിലെ നേതാക്കളടക്കം അതൃപ്തി അറിയിച്ചിട്ടുമുണ്ട്. തരൂരിന്റെ കാര്യത്തിൽ AICC യഥാസമയം നിലപാടെടുക്കും. ബി.ജെ.പിയുടെ വാക്കുകൾ ഉരുവിടുന്ന തത്തമയെന്ന് തരൂരിന്റെ പേരെടുത്ത് പറയാതെ തന്നെ കോൺഗ്രസ് MP മാണിക്യം ടാഗോർ പ്രതികരിച്ചിരുന്നു. മോദി സ്തുതിയും പിണറായി സ്തുതിയും നടത്തുന്ന ശശി തരൂരിനെ പറ്റി ഇനി കോൺഗ്രസ് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് K. മുരളീധരനും പറഞ്ഞു. ശ്വാസം മുട്ടുന്നുവെങ്കിൽ പാർട്ടി വിടണം. നിലവിലെ മുന്നോട്ട് പോക്ക് പാർട്ടിക്കും തരൂരിനും ബുദ്ധിമുട്ടാവും. ഒന്നുകിൽ പാർട്ടിക്ക് വിധേയനായി ചുമതലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. നിലവിലെ രീതികളുമായി മുന്നോട്ട് പോയാൽ തരൂരിന്റെ രാഷ്ട്രീയ വ്യക്തിത്വം ഇല്ലാതാകുമെന്നും മത്സ്യത്തൊഴിലാളികളുടെ വോട്ട് നേടിയാണ് തരൂർ തിരുവനന്തപുരത്ത് വിജയിച്ചതെന്നും കോൺഗ്രസ്കാരിൽ ആര് നിന്നാലും തിരുവനന്തപുരത്ത് ജയിക്കുമെന്നും മുരളീധരൻ പറയുന്നുണ്ട്. ഏത് പാർട്ടിയിലാണ് തരൂരെന്ന് ആദ്യം തീരുമാനിക്കട്ടെ എന്നാണ് K. മുരളീധരൻ പ്രതികരിച്ചത്. മുഖ്യമന്ത്രിയാകാൻ കൂടുതൽ യോഗ്യത ശശി തരൂരിനെന്ന സർവേക്ക് വിശ്വാസ്യത ഇല്ല എന്നും ആരുടെ താല്പര്യത്തിന് തയ്യാറാക്കിയ സർവേയാണെന്നും രമേശ് ചെന്നിത്തലയും വിമർശിച്ചിരുന്നു. പാർട്ടിയിൽ വിറക് വെട്ടിയവരും വെള്ളം കോരിയവരും ഏറെയുണ്ട് മുഖ്യമന്ത്രി കസേരയിലേക്ക്. അവരിൽ ഒരാൾ മുഖ്യമന്ത്രിയാകുമെന്നും മുരളീധരൻ തുറന്നടിച്ചിരുന്നു. മുതിർന്ന നേതാക്കൾ സ്വയം നിയന്ത്രിക്കണമെന്നായിരുന്നു തരൂരിന്റെ പേര് പരാമർശിക്കാതെ UDF കൺവീനറായ അടൂർ പ്രകാശിന്റെ പ്രതികരണം. തരൂർ പ്രവർത്തക സമിതി അംഗമാണെന്നും അദ്ദേഹത്തിന്റെ കാര്യത്തിൽ അഭിപ്രായം പറയേണ്ടത് ദേശീയ നേതൃത്വമാണെന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം.